ഒരു വിഷയം തോന്നി എന്താ അറിയാം, ഈ മാറുന്ന ലോകത്തെക്കുറിച്ച് നല്ല ബോധമുള്ള മനുഷ്യന്മാർ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടിയിരുന്നത്, നമ്മളോടൊപ്പം ചേർന്നിരിക്കേണ്ടിയിരുന്നത് ഒരു 4 വയസ്സ് മുതൽ 19 ഒക്കെ വയസ്സ് വരെയുള്ള മനുഷ്യജന്മങ്ങളായിരുന്നു. അവരാണ് മാറുന്ന ലോകത്തെക്കുറിച്ചും അവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതും സാമൂഹിക പ്രസക്തിയും ഒന്നിച്ചിരിക്കലെല്ലാം ചെയ്യേണ്ടിയിരുന്നത് അവരോടാണ്. കാരണം നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് പായയിൽ നാടകം കണ്ടും ഒന്നിച്ച് സിനിമക്കൊക്കെ പോയ സംസ്കാരമുള്ള ആളുകളാണ്. അതിനപ്പുറത്തേക്കൊരു മാറ്റമൊന്നും ഇപ്പൊ ഇല്ല. പക്ഷേ നമ്മളോടൊപ്പം ചേർന്നിരിക്കേണ്ടിയിരുന്ന മനുഷ്യജന്മങ്ങളെ ഞാൻ ഈ സദസ്സിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് ആ സ്റ്റേഷനിൽ കാണുന്ന സംഗതികൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് BP കൂടുവെന്നല്ലാണ്ട് വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയുന്നത് നല്ല രസമാട്ടോ. ബോധവൽക്കരണം ക്ലാസ് നടത്തിയിട്ട് ഇന്ന് വരെ ഒരൊറ്റൊരാളും നന്നായിട്ടില്ല. ഒന്നുകിൽ ബോധവൽക്കരണം നടത്തുന്ന ആൾക്ക് ബോധം ഉണ്ടാവണം, ഇല്ലെങ്കിൽ കേൾക്കുന്ന മനുഷ്യന്മാർക്ക് ബോധം ഇല്ലാണ്ടാവണം. അങ്ങനെയാണല്ലോ ബോധവൽക്കരണ ക്ലാസ് മുന്നോട്ട് കൊണ്ടത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനൊരു 12 കൊല്ലമായിട്ടുണ്ടാവും ഈ ഒരു വിഷയമായിട്ടൊക്കെ മുന്നോട്ട് നടക്കുന്നത്. ഞാൻ 12 കൊല്ലം ക്ലാസ് എടുത്തിട്ടും എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇന്ന് വരെ ഒരൊറ്റൊരാളും നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ മുമ്പിലിരിക്കുന്ന ഒരാളും ഇതുകൊണ്ട് നന്നാവുമെന്ന് ഞാൻ വിചാരിക്കില്ല. അപ്പൊ നിങ്ങളേക്ക് മഞ്ഞത്ത് പിന്നെ എന്തിനാ പൊട്ടാ ഇങ്ങോട്ട് വന്നത് എന്നൊരു ചോദ്യം നിങ്ങൾ തിരിച്ചു ചോദിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ വന്നത് നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല. ഹരിപ്രസാദ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നോട് എന്താ ദേഷ്യേണ്ട ഓനോടാണ് തീർക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള എന്താ, ഞാൻ ക്ലാസ്സിന്റെ അവസാനം പറയാം ഞാൻ എന്തിനാണ് ക്ലാസ് എടുക്കാൻ വന്നതെന്ന്. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ, കാരണം നിങ്ങളൊക്കെ മനസ്സിൽ വളരെ കോൺഫിഡൻസ് ആണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും സഹോദരന്മാരുടെ ഒക്കെ മനസ്സിൽ നല്ല പ്രതീക്ഷകളാണ് ഞാൻ കാണുന്നത്, തിളക്കമുള്ള കണ്ണുകളാണ് ഞാൻ കാണുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു 3-4 ജന്മങ്ങൾ മുന്നിലിരിക്കുന്നുണ്ട്. നിങ്ങൾ മലയാളിയാണെന്ന് മനസ്സിലായി കേട്ടാ, കാരണം മുന്നിലത്തെ കസേരല്ല ഒഴിഞ്ഞിട്ട് തന്നെയാണുള്ളത്. എല്ലാവരും നടുക്കും മൂലക്കും സൈഡിലെല്ലാം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം ഈ 3 കുട്ടികൾ, ആ 4 കുട്ടികൾ ഇങ്ങനെ മുൻനിരയിൽ വന്നിരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ബിഗ് സല്യൂട്ട് ഈ കുട്ടികൾക്ക് ഞാൻ നൽകുന്നുണ്ട്. കാരണം ഈ കുട്ടികൾ ഒരു പൊതുസമൂഹത്തിൽ വന്നിരുന്നു എന്ന് തന്നെ ഈ നാടിനെ അഭിമാനിക്കാൻ വകയുള്ള സംഗതിയാണ്. കാരണം ഓല പ്രത്യേകത എന്താ അറിയോ, അത് പറഞ്ഞിട്ട് മാറുന്ന ലോകത്ത് നമുക്ക് ചേർത്ത് പിടിക്കേണ്ടത് ഈ കുട്ടികളെയാണല്ലോ. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് എന്താ അത്ഭുതം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ കുട്ടികളുടെ പേര് തന്നെ മനുഷ്യക്കുട്ടി എന്നൊന്നുമല്ല. 2000-ന് ശേഷം ജനിച്ച മനുഷ്യജന്മങ്ങളുടെ പേര് 2K കിഡ്സ് എന്നാണ്. ഇതൊക്കെ 2K കിഡ്സാ. 2000-ന് ശേഷം ജനിച്ച മനുഷ്യജന്മങ്ങളുടെ പേര് 2K കിഡ്സ് എന്നാണ്. ഈ 2K കിഡ്സ് തന്നെ ഒരേ കാറ്റഗറി ഒന്നുമല്ല, വലിയ വലിയ വേറെ വേറെ മനസ്സായി ഈ കുട്ടികൾക്ക്. കുറെ എണ്ണത്തിന്റെ പേര് ആൽഫ കുട്ടികളിൽ നിന്നുണ്ട്, ജെൻ എ, ജെൻ ബി, ജെൻ സി, അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ടായി. ആ കുട്ടികളും ജെൻ സി ആണെന്ന് തോന്നുന്നു, ഈ കുട്ടി ജെൻ ബി ആണെന്ന് തോന്നുന്നു. അങ്ങനെ കാറ്റഗറൈസ് ആണ് ഇത്. അപ്പൊ ഇനി ഞാൻ പറയുന്ന ജെൻസി എന്നും ജെൻ ബി ഞാൻ ഇട്ട പേരൊന്നുമല്ല. ഇവിടെ ലോകം ശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് കൊടുത്ത പേരാണ്. ഈ കുട്ടികളെ ഈ ജെൻസി, ജെൻ ബി, 2K കിഡ്സ് എന്നൊക്കെ വിളിക്കാനുള്ള കാരണം എന്താ അറിയോ? ഈ കുട്ടികൾക്ക് കുറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മാറുന്ന ലോകത്ത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മാറുന്ന ലോകത്ത് ഈ മക്കൾ നിങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ, നിങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, ഈ ദേശത്തെ, ഈ നാടിനെ, ഈ സംസ്കാരത്തെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഈ കുട്ടികളുടെ മനസ്സറിയുന്ന രക്ഷാകർത്താക്കളായിരിക്കണം. അല്ലാണ്ട് കുട്ടികൾ ഒരു പ്രശ്നക്കാരല്ല. ഈ കുട്ടികളൊക്കെ തങ്കപ്പെട്ട കുട്ടികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ കുട്ടിയാണ് നാളെ തൂങ്ങി മരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ കുട്ടിയാണ് നാളെ ഒരു ചങ്ങാതിന്റെ കൂടെ ഒളിച്ചോടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കും. ഇനി മുന്നിൽ നിന്ന് അപ്പാട് ആ കുട്ടീനോടങ്ങ് ചോദിക്കുക. ഞാന് ഈ തൂങ്ങി മരണവും ഈ ആത്മഹത്യയും ഇത് ഒളിച്ചോട്ടൊക്കെ ദിവസവും കാണുന്നുണ്ടാണ്. അതിനുള്ള പ്രായം ഈ 6 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള മനുഷ്യജന്മങ്ങളാണ് ഇപ്പൊ വഴിതെറ്റി പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെയാണ്. ഞാനൊരു പോലീസുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം. പണ്ടൊന്നും എനിക്ക് പോലീസുകാരെ കണ്ണെടുത്ത കണ്ടൂടെ? പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് കണ്ണെടുത്ത കണ്ടൂടെ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് ഇപ്പോ? നിങ്ങൾ മിണ്ടൊന്നുമില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്താ, നിങ്ങൾ എന്നെ നോക്കുന്ന നോട്ടം കാണുമ്പോൾ തന്നെ എനിക്ക് വിചാരമാണ്
നിങ്ങൾ എന്നെ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഞാൻ കഞ്ചാവാറ്റാൻ നിൽക്കുവാൻ വന്നിട്ട് നിങ്ങളെല്ലാം തങ്കപ്പെട്ട മനുഷ്യന്മാർ. ഞാൻ ഒരു സ്വകാര്യങ്ങൾ പറയാം, ഈ ഇരുത്തം തന്നെയാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഭർത്താവ് അങ്ങ് വരുന്നുണ്ടെങ്കിൽ തന്നെ വലിയ അത്ഭുതമാണ്. ഭർത്താക്കന്മാരെ നിങ്ങളും കുറച്ച് മര്യാദയ്ക്ക് ഇരിക്കണം. കാരണം എന്താ അറിയോ, നമ്മളെ ഭാര്യയും നമ്മളെ മക്കളും കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലേക്കാണ് വരേണ്ടത്. ശരിയല്ലേ? അതിനെന്ത് ചെയ്യണം അറിയോ, മനുഷ്യന്മാരെ പോലെ പെരുമാറണം. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി മര്യാദയ്ക്ക് എന്നെ നോക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ കുറച്ച് പഠിച്ചു കൊണ്ടുവന്ന സാധനം ഉണ്ട്, അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ധൈര്യം തരണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ചെറുതായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ? അപ്പൊ നമുക്ക് മാറുന്ന ലോകത്ത് നന്നാക്കേണ്ടത് നിങ്ങളെയല്ല, നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാരാണ്. നിങ്ങൾ നല്ലതെന്ന് വിശ്വസിക്കുന്ന ഈ കുട്ടികളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഓക്കെ? അത് ചേർത്ത് പിടിക്കണമെങ്കിൽ ഈ കുട്ടിയുടെ മാറുന്ന ലോകത്ത് ഈ കുട്ടിയുടെ മനസ്സറിയണം. അതാണ് നമ്മളെ വിഷയം. ഈ കുട്ടിയുടെ മനസ്സ് ശാസ്ത്രീയമായി പറയുന്നത് എന്താ അറിയോ, 2K കിഡ്സിന് 14 മിനിറ്റിലപ്പുറം ഒരു കസേലമ്മിൽ ഇരിക്കാൻ പറ്റൂലോ. അപ്പളെ കഴിച്ചേക്ക് ചൊറിച്ചലോ എന്തെല്ലോ വരുമ്പോഴും. ശരിയാണോ തെറ്റാണോ? ശരി, കറക്റ്റ്. നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതിലെ. എനക്കുണ്ട് 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 2 ഉണ്ട് എൻ്റെ ആളാ. ചിരിച്ചിരിച്ച് മരിച്ചു. ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നത് രാവിലെ മരക്കുറ്റി പോലെ ആ സ്റ്റെപ്പുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഉന്തണം. സ്കൂള്, പല്ല്, തിന്ന് ഈറ്റേക്ക് ഒരു ബോധം ഉണ്ടാവില്ല. പക്ഷെ ഒരു അപ്പഴേക്കായിട്ടേക്ക് എന്തെല്ലോ ഒരു ചൊറിച്ചിലുണ്ടാവും. അപ്പൊ 14 മിനിറ്റിലപ്പുറം ഒരു കുട്ടിക്ക്, ഈ പുതിയ 2000-ന് ശേഷം ജനിച്ച കുട്ടിക്ക് ഒരു കസേലമ്മിൽ ഇരിക്കാൻ പറ്റൂല. നിങ്ങൾ സമ്മതിക്കണ്ടല്ലോ. രണ്ടാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾ എന്താ നിങ്ങൾ അംഗീകരിക്കുന്നതെന്നറിയോ, ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഉമ്മക്ക് അറിഞ്ഞൂടാത്തെല്ലാം ഐറ്റിയൊക്കെ അറിയാം. എൻ്റെ അമ്മൊക്കെ പറയാറുണ്ട്, ഉമ്മക്കെല്ലാം എന്തെങ്കിലും അറിയാവാ, ഐറ്റികളില്ലേ ഫോണെല്ലാം എടുത്ത് വായിച്ചിട്ട് ഫിറ്റാക്കി. ഈ പിള്ളേർ അതിനനുസരിച്ച് എൻ്റെ അമ്മനെ പേടിപ്പിക്കും. ഇൻസ്റ്റ ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ അമ്മ പറയും എന്തെല്ലാം ഉണ്ടോല്ലോ എനിക്ക്. അപ്പൊ ഈ അമ്മയ്ക്ക് കേൾക്കാത്ത കുറെ സംഗതികൾ ഈ കുട്ടികളെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത് നമ്മളെല്ലാം മരിച്ചാ മതി നീറ്റുകളെടുത്ത്. അപ്പൊ അവിടെയാണ് എനിക്ക് നിങ്ങളോട് കുറിച്ചും പറയാനുള്ളത്. ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് തോന്നുന്നു. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ബൈക്കൊക്കെ ഇല്ലേ, ഈറ്റകള് ബൈക്കിന്റെ പേരൊക്കെ ചോദിച്ചാലേ നമുക്ക് അറിഞ്ഞൂടാത്ത ലൈറ്റുകളും, എമഹേന്റെ മേലോട്ട്, ബുള്ളറ്റിന്റെ തായോട്ട്, മറ്റേന്റെ എങ്ങോട്ട്, ഇങ്ങനെ നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും. കാറിനെ കുറിച്ച് ആ കുട്ടികൾക്ക് അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. ശരിയല്ലേ? പക്ഷേ ഈ കുട്ടികളെ പ്രത്യേകം എന്താ അറിയാം, ഒരു 60 വയസ്സുള്ള മനുഷ്യന്റെ തലച്ചോറിന്റെ ന്യൂറോൺസിനേക്കാൾ 10,000 മടങ്ങ് ന്യൂറോൺസിന് ശക്തിയുണ്ട് ഈ കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര ബുദ്ധി തോന്നുന്നത്. പക്ഷെ 18 വയസ്സ് വരെ ഈ കുട്ടികൾക്ക് വേണ്ടാത്ത ബുദ്ധിയായിരിക്കും. വേണ്ട ഒരു ബുദ്ധി ഇറ്റേക്ക് ഉണ്ടാവില്ല. ശരിയാണോ? ഈറ്റകൾ ആകെ ചെയ്യണത് 18 വയസ്സ് വരെ കുട്ടികൾ ചെയ്യേണ്ടത് വായിക്കുക, നല്ലോണം വായിക്കുക, നല്ലോണം കിടന്നുറങ്ങുക, നല്ലോണം കളിക്കുക, നല്ല ഭക്ഷണം, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നിങ്ങളെ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ ഏതെങ്കിലും കുട്ടി വേണ്ട ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല. അത് ശരി. എന്നിട്ട് നിങ്ങൾ പറയാം എന്റെ മോനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ആയിട്ടുള്ള ചോദിക്കുക, നമ്മൾ കൊടുക്കുകയും അത് തന്നെയാണ്. അത് ആ കുട്ടീന്റെ കുഴപ്പമല്ല, ആ കുട്ടിയുടെ തലച്ചോറിന്റെ കുഴപ്പമാണ്. ആ തലച്ചോറിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ലോകത്ത് മാത്രമേ ഒരു സംതൃപ്തമായ കുടുംബ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ? അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടാത്ത ബുദ്ധിയാണ്. ഈ കുട്ടികൾ ചിന്തിക്കുന്നതെല്ലാം തെറ്റായിരിക്കും. ഈ കുട്ടികൾ ഒരു മൊബൈൽ ഫോൺ വേണം, ബൈക്ക് വേണം, അച്ഛൻ പൊട്ടനാന്നൊക്കെ എങ്ങനെ തോന്നും. പക്ഷെ ആ കുട്ടികൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴല്ല നല്ലൊരു രക്ഷകർത്താവുന്നത്. കുട്ടികൾക്ക് വേണ്ട സാധനം വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൊടുക്കുമ്പോഴാണ് ആ കുട്ടിയെ നമുക്ക് പിടിക്കാൻ കിട്ടുന്നത്. അപ്പൊ കുട്ടി മൊബൈൽ ഫോൺ ഞെക്കുന്ന വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കലല്ല ഈ ലോകത്ത് നമ്മുടെ ജോലി, നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ? അപ്പം കുട്ടിക്ക് ഭയങ്കര ബോധം തോന്നും, കമ്പ്യൂട്ടറിലെല്ലാം മറിച്ചിടുന്ന പോലെ തോന്നും. പക്ഷെ അത് കുട്ടിയുടെ തലച്ചോറിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നല്ല കുട്ടി നിങ്ങൾ പറയരുത്. മൂന്നാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾക്ക് ഒടുക്കത്തെ ധൈര്യമാണ്. ഭീകര ധൈര്യമായിരിക്കും. പ്രായം കൂടുന്തോറും പേടി കൂടും. ശരിയാണോ തെറ്റാണോ? ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് 4:30 സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വീട്ടിലെത്തുന്ന കുട്ടി 4:35 ആകുമ്പോഴേക്കും അമ്മക്ക് ബേജാറാവും. അമ്മ ഇതോടെ പോയി ഒളിച്ചോടി ഓളി, അടങ്ങാൻ വീണോളി, എന്തായോളി, ഇങ്ങനെ ഓളി ഓളി ഇങ്ങനെ വിളിക്കുമ്പോ ഈ 4:40 വരുന്ന കുട്ടിക്ക് എന്റെ അമ്മ ഇങ്ങനെ ബേജാറാകുന്നുണ്ടെന്നുള്ള എന്തെങ്കിലും പേടിയുണ്ടാ? നിങ്ങളെ കുട്ടി നിങ്ങളെ അമ്മേന്റെ ബേജാറിൽ പങ്കെടുത്തിട്ടുണ്ടാ? നിങ്ങളിങ്ങനെ ഏടാ പോയെന്നൊക്കെ ഇങ്ങനെ ഒരു പടപ്പിക്കലങ്ങ് പടപ്പിച്ചാൽ കുട്ടിക്ക് അമ്മയുടെ പേടീനെ കുറിച്ച് മനസ്സിലായിട്ടേ ഇല്ല. കുട്ടിക്ക് പക്ഷെ പേടിയില്ല, ഭയങ്കര ധൈര്യം. വൈകിയതിനെല്ലാം ഒരു ന്യായീകരണം ഉണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് പേടിയാണ്. പ്രായം കൂടുന്തോറും പേടി കൂടും. ഓക്കെ? നാലാമത്തെ പ്രത്യേകത, ഇവര് പറയുന്നത് എന്താ അറിയോ,
ഇവരാണ് ശരി, ബാക്കി എല്ലാവരും പൊട്ടന്മാർ. അച്ഛൻ പണ്ടേ പൊട്ടനാണല്ലോ, അമ്മ വെറും പൊട്ടത്തി, മാഷന്മാർ എന്തിനു കൊള്ളും, ഓരാണെങ്കിൽ എല്ലാം അറിയാവുന്ന ഭയങ്കര മനുഷ്യന്മാർ. മൈ ലൈഫ് മൈ റൂൾ എന്നാണ് ഈ 2K കിഡ്സിന്റെ മുദ്രാവാക്യം. ശരിയല്ലേ? 2K കിഡ്സ് ഇന്റെ ജീവിതം ഇനിയല്ലേ തീരുമാനിക്കുന്നത്? ആണോ? ഓരാണ് നമ്മളെല്ലാം നയിക്കും. അപ്പൊ അമ്മ പറയും ഓള ഇതില്ലേ. പക്ഷെ ഞാൻ എൻ്റെ മോളെ ഈ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മോളെ ഞാൻ ഒരു സ്കൂൾ നോക്കി നടക്കുന്ന എത്ര കാലമായി എന്നറിയോ? 2 സൈഡിലും മുടി പിടിച്ചിട്ട് റിബണ് കൊണ്ട് കെട്ടുന്ന ഒരു സ്കൂളിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ. ഇപ്പൊ എല്ലാവരും പറയും എനിക്ക് പൊട്ടനായി, അങ്ങ് പറിച്ചിട്ടാലെന്താ? എന്റെ കുട്ടിയെ എന്റെ ഭാര്യ ഒരു നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മുടി പിരിച്ചിട്ട് മുടി ആ റിബൺ കൊണ്ട് കെട്ടുന്ന കുട്ടിക്ക് ഒറ്റക്ക് കഴിയില്ല ഒരിക്കലും. അതിനൊരു അമ്മയുടെ സഹായം വേണം. അവിടെ ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഒരു അമ്മയുടെ അടുത്തേക്ക് എന്റെ മോള് വരുന്ന ഒരു സാഹചര്യം എന്റെ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം. ഇപ്പാണ് ഒരു സ്കൂൾ കണ്ടെത്തിയത്. ഇപ്പൊ രാവിലെ ആകുമ്പോൾ നമുക്ക് ആകെ ബേജാറാണ്. ഈ മുടി കെട്ടിക്കില്ല ടീച്ചർ അടിയിട്ട്. അതുകൊണ്ട് മുടി കെട്ടാൻ വേണ്ടി അമ്മേന്റെ അടുത്തേക്ക് ഓടി വന്ന് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അമ്മയും മക്കളുമായിട്ടുള്ളൊരു ബന്ധം ആകെ കാണുന്നത് ഈ മുടി കെട്ടുന്ന സമയത്താണ്. അത് പണ്ടത്തെ ഞാൻ നോക്കുമ്പോൾ എന്റെ സ്കൂളിൽ എല്ലാവരും മുടി കെട്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അത് സ്കൂൾ എന്ന് പറയുന്നതുകൊണ്ടാണ് കുട്ടിക്ക് നെഗറ്റീവ് പറയാൻ പറ്റാത്തത്. കുട്ടിക്ക് ഇഷ്ടം മുടി കഴിച്ചിടുന്നതാണ്. അതുകൊണ്ട് 18 വയസ്സ് വരെ കുട്ടിയുടെ തീരുമാനങ്ങളിൽ നമ്മളും പങ്കെടുക്കുമ്പോഴാണ് ഒരു കുട്ടി കുട്ടിയാവുന്നതും അമ്മ അമ്മയാവുന്നതും എന്നാണ് മാറുന്ന ലോകത്ത് പഠിക്കുന്നത്. 5-ാമത്തെ പ്രത്യേകത എന്നറിയോ? ഈ കുട്ടീനോട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരൊറ്റ പടക്കല്. നിങ്ങൾ പറഞ്ഞോക്കെ ആ മോളോട് നിങ്ങൾ പറയാം, നാളെ മുതൽ ഇനി മുടി ഇങ്ങനെ ആക്കി പിന്നെ ട്രൗസറെല്ലാം ഒഴിവാക്കി നല്ല ചുരിദാറിലിട്ട് നടക്കാൻ പറഞ്ഞോക്ക്. നിങ്ങൾ ഏടുന്ന് നിങ്ങൾ എന്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാൻ ഒരു പൊട്ടിത്തെറി വീട്ടിലുണ്ടാവും. ഇതെല്ലാ വീട്ടിലും ഞാൻ കാണുന്ന സ്റ്റേഷനിൽ വരുമ്പോഴും എന്റെ വീട്ടിലൊക്കെ കാണുന്ന പ്രശ്നം ഇത്. അത് 2K കിഡ്സിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പറയാ, ആ കുട്ടീനാ അതിന്റെ കൂടെ 2 കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടെന്നാൽ ഈ കുട്ടികളെ കുറിച്ച് നിയമപരമായിട്ടും ശരിക്കും വൈദ്യപരമായിട്ടും വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത ഒരു ലോകത്ത് അങ്ങളും ഞാനും ജീവിക്കുന്നത്. ഈ കുട്ടികളുടെ മാനസികമായ ശാരീരികമായ അവസ്ഥയെ കുറിച്ച് കറക്റ്റായിട്ട് പറയുന്നത് എന്താ പറയുക, 13 to 19 ടീനേജേഴ്സ്, കൗമാരപ്രായക്കാർ, 13 മുതൽ 19 വയസ്സ് വരെയുള്ള മനുഷ്യജന്മങ്ങളുടെ പേര് ടീനേജേഴ്സ് എന്നാണ്, കൗമാരപ്രായക്കാർ എന്നാണ്. അതിന്റെ നിർവചനത്തിൽ പറയുന്നു ഈ കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും ഒട്ടേറെ മാറ്റങ്ങൾ വരുന്ന പ്രായമാണ്. ശരീരത്തിൽ മാറ്റങ്ങൾ വരും, അവിടെ മനസ്സിൽ മാറ്റങ്ങൾ വരും, ഹോർമോൺസ് വ്യതിയാനങ്ങൾ നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് 19 വയസ്സ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കാരണവന്മാർ വളരെ വ്യക്തമായി പറഞ്ഞ തൊട്ടാ പൊട്ടുന്ന പ്രായം, എന്തിനേയും പരീക്ഷിക്കാൻ മുട്ടുന്ന പ്രായമാണ് 13 തൊട്ട് 19 വയസ്സ് വരെ. ഇന്ത്യൻ നിയമം പറയുന്നു 18 വയസ്സിന് താഴെയുള്ള കുട്ടി മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ്. ആ കുട്ടിയെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ള മനുഷ്യന്റെ പേരാണ് രക്ഷിതാവ് അഥവാ അച്ഛൻ, അമ്മ, അച്ചമ്മ, അമ്മമ്മ. 18 വയസ്സ് വരെ ഈ കുട്ടി ചെയ്യുന്നതെല്ലാം പൊട്ടത്തെറ്റായിരിക്കും. ആ കുട്ടിയെ നേരായ വഴിക്ക് നയിക്കാൻ കഴിയുന്നവന്റെ പേരെന്താ? രക്ഷകർത്താവ്. ഈ ലോകത്ത് വേറൊരു സംഗതി ഇവിടെ സംഭവിച്ചിട്ടില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, അവരുടെ മനസ്സ് പഠിക്കാൻ കഴിയാത്ത രക്ഷാകർത്താക്കളാണ് ഈ മാറുന്ന ലോകത്തെ ശാപം എന്നാണ് എന്റെ വാദം. ഇതെന്റെ മാത്രം വാദമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് യോജിക്കാം, ഒരടിയൊന്നും ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 18 വയസ്സ് വരെ നിങ്ങളെ മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷേ കേരളത്തിന്റെ പുതിയ ചരിത്രങ്ങളും പുതിയ കഥകളും കേട്ട് നോക്കുമ്പോൾ, പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു നോക്കുമ്പോൾ ഈ പൊരുത്തക്കേട് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അച്ഛനും അമ്മയും പറയുന്നത് എന്താ അറിയോ, എന്താക്കുവേനാ നിങ്ങൾക്ക് വിളിച്ചിട്ടൊന്ന് പേടിപ്പിക്കറാ. 18 വയസ്സുകാരനെ പേടിപ്പിച്ചിട്ടാണോ ഓന്റെ അടിയിട്ടിട്ട് നമ്മൾ വരിക്കാൻ. അമ്മയ്ക്കും അച്ഛനും കുട്ടീനെ ഉപദേശിക്കാൻ പേടിയാണ്. എന്നിട്ട് പറയാ പോലീസ് ഇനിയൊന്ന് പേടിപ്പിച്ചാളാ, ഞാളെന്താ ഉണ്ടകളോ. അപ്പൊ നമ്മളെ കുട്ടീനെ എങ്ങനെ പോറ്റണമെന്ന് തിരിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നമ്മളോട് നാട്ടുകാരോ എന്ന് പറയുന്നത് ഇനിയൊന്ന് പേടിപ്പിക്കുന്നു. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മക്കളൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട് ഞങ്ങളെ വിചാരം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും എല്ലാം ലോകത്ത് ഒരു കുട്ടിയെയും എനിക്ക് കുറ്റപ്പെടുത്താൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു 17 വയസ്സുകാരിയോട് സംസാരിച്ചു നോക്കുമ്പോൾ ആ 17 വയസ്സുകാരി ഇപ്പോഴൊരു അരമണിക്കൂറായി ഞാൻ എന്നെ വിളിക്കും. ആ കുട്ടിയുടെ മനസ്സറിയാതെ പോറ്റുന്ന ഒരു അമ്മയുടെ
കരച്ചിലും. എനിക്ക് ആ മനുഷ്യനോട് സഹതാപമാണ്. നിങ്ങൾ ഏതെങ്കിലും കുടിയൻ എന്ന് വിളിക്കുന്ന, അങ്ങനെ വിളിക്കുന്ന മനുഷ്യനെ അവന്റെ ജീവിത പശ്ചാത്തലങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടാകും? അങ്ങനെ കുടിച്ച് റോഡുമൊക്കെ കിടക്കുന്ന, വഴക്ക് കൂടുന്ന മനുഷ്യന്റെ അയാൾക്കൊരു വീടുണ്ടല്ലോ, 10-25 ലക്ഷം റുപ്യക്ക് ഒരു വീടെടുത്തിട്ടുണ്ടല്ലോ അയാള്. ആ വീട്ടിൽ കാത്തിരിക്കാൻ ഒരു ഭാര്യ ഉണ്ടല്ലോ, നല്ലോണം കിടക്കാൻ 15,000 രൂപയുടെ കിടക്കയുണ്ടല്ലോ അദ്ദേഹത്തിന്. ആ കിടക്കയെയും മക്കളെയും ഭാര്യയെയും വീടിനെയും ഉപേക്ഷിച്ച് ഈ മനുഷ്യൻ എന്തിനാ ഈ മണ്ണിൽ ഇങ്ങനെ ഉരുണ്ട് കിടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കുടിക്ക് പിന്നിൽ ആ വീട്ടിലെ സമാധാനക്കേടുണ്ടാവും. ഭാര്യ അദ്ദേഹത്തിന് സമാധാനം കൊടുക്കുന്നുണ്ടാവില്ല. എന്തോ ഒരു ഒത്തുവരുത്തില്ലാത്ത മനുഷ്യനാണ് റോഡ് കിടന്ന് ഉരുളുക. ശരിയാണോ തെറ്റാണോ? അപ്പൊ എല്ലാ കാര്യവും ഇനി മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് നടക്കുന്ന കുട്ടികൾ നോക്കി നോക്ക് നിങ്ങൾ. അച്ഛനോടും അമ്മയോടും സംസാരിക്കാത്ത, വീടുകളിൽ ഒന്നിച്ചിരിക്കാത്ത മനുഷ്യജന്മങ്ങളാണ് മൊബൈൽ ഫോണിന് അടിമപ്പെട്ടു പോകുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ മാറുന്ന ലോകത്ത് പ്രശ്നക്കാർ കുട്ടികളല്ല, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത രക്ഷാകർത്താവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഈ മക്കളെ നമുക്ക് നല്ലോണം പോറ്റണം. മക്കളെ പോറ്റണമെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണും കള്ളും കഞ്ചാവും ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. അതൊക്കെ ലോകം ഉള്ളടത്തുണ്ട്. കള്ള് ഇപ്പോൾ ഈ 2000-ലാണ് വന്നത്. കള്ള് ഇവിടെ ഭൂമി ഉണ്ടാവുമ്പോഴുണ്ട്, സിഗരറ്റും കഞ്ചാവും ഭൂമി ഉണ്ടാവുമ്പോ ഇവിടെ ഉണ്ട്, അല്ലേ? ഇല്ലേ? MDMA ആണ് ഇപ്പൊ പുതിയ വന്നത്. പക്ഷെ ഈ കള്ളും കഞ്ചാവും മൊബൈൽ ഫോണും ഒക്കെ ഭ്രാന്ത് ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടാത്ത ലോകത്ത് അതിന് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സമയമുണ്ട് ഇവിടെ. പണ്ട് നമ്മളെ ചങ്ങായില്ലേ, അവന്റെ പേര് ന്യൂട്ടൺ ഈ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചപ്പ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയായിരുന്നു? ആ ഏതോ ആപ്പിളിന്റെ മരത്തിന്റെ ചോട്ട് കുത്തിരിക്കുമ്പോ ഓന്റെ തലയിൽ വീണുല്ലോ ആപ്പിള്. അപ്പൊ മൂപ്പർ ഇങ്ങനെ ചിന്തിച്ചു, ഇതെന്താണ് ഈ തലയിൽ വീണ മേലോട്ടേക്ക് പോവാത്തെ? കാരണം ന്യൂട്ടന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഓന് ആപ്പിളും കാണൂല, എന്തോ ഒരു ഈച്ച വന്ന പോലെ ഓന് തോന്നുക. ഓന് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ശരിയാണോ? ഇനി കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചല്ലോ. കൊളംബസ് അമേരിക്ക മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കും. കൊളംബസ് രാവിലെ തന്നെ റീലും നോക്കി കുത്തിരിഞ്ഞാൽ മൊബൈൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? അതിന് നല്ലൊരു ഭാര്യയും കൂടി ഉണ്ടെങ്കിൽ കൊളംബസിന് കണ്ടുപിടിക്കാനാവില്ല. ഭാര്യ നല്ലൊരു ഭാര്യയാണെങ്കിൽ കണ്ടുപിടിക്കാനാവില്ല. കൊളംബസ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കും പേടിയാവോ? മീൻ വാങ്ങണം വരുമ്പോ, അല്ലാണ്ട് ഇങ്ങനെ മുഷേട്ടനെ പോലെ നടന്നാൽ പോലെ മൊബൈൽ കൊളംബസ് അമേരിക്കയും കണ്ടുപിടിക്കണ്ട, ഒന്നും കണ്ടുപിടിക്കണം. ഇവിടെ മലന്ന് നടന്നാൽ ആദ്യം ഒന്നും വിചാരിക്കും. അപ്പൊ എല്ലാത്തിന്റെ പിന്നിൽ ഒരു കുടുംബമുണ്ട്. എന്റെ വിഷയം അതാണ്. കുടുംബം നന്നായാൽ നിങ്ങളെ മക്കൾ നന്നാവും. ശരിയാണോ തെറ്റാണോ? അപ്പൊ മൊബൈൽ ഫോണിനെതിരെ എല്ലാം നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്, കള്ളിനെതിരെ എല്ലാം ക്ലാസ് എടുക്കേണ്ടത് കുടുംബത്തിനെതിരെയാണ്. ശരിയാണോ തെറ്റാണോ? എന്നാ ഞാനോ ചോദിക്കട്ടെ, നിങ്ങൾ കുടുംബത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? ഒന്ന് ഒച്ചത്തിൽ പറ. വെരി ഗുഡ്. തങ്കപ്പെട്ട നാടാട്ടോ ഇത്. ഈ വാട്ട് ഈസ് കുടുംബം? എന്താണ് കുടുംബം? പറഞ്ഞോ. കൂടുമ്പോൾ ഇത്രയും തങ്കപ്പെട്ട നാട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് അല്ലേ? ശരിയല്ലേ? എടോ ചങ്ങായി, എന്റെ ഇട കൂടുമ്പോ ഇമ്പണ്ടാ? 2K അച്ഛനും അമ്മയും കാണുമ്പോ ലവിടെ കണ്ണ ഒരു ചോറുള്ള അങ്ങോട്ട് ഒരു ചോറുള്ള ഇങ്ങോട്ട്. ആ പാർക്കിൽ കാണുന്ന പോലെ അച്ഛനും അമ്മയും മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ പത്താനെ പോലെ മുദ്രിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇനി എന്റെ വീട്ടിൽ അച്ഛനും അമ്മ എങ്ങനെയുണ്ട്? ഓർക്കത് ആലോചിക്കുമ്പോ ചിരി വരുവാണ്. എന്നിട്ട് പോലും പറയാ കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇതിന്റെ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത്. ഇത്രയും കള്ളത്തരം പറയുന്ന അച്ഛൻ. ഇനി ഞാൻ പറയാം, നിങ്ങൾ 60%, നിങ്ങളൊക്കെ കൂടുമ്പോൾ ഇമ്പം തന്നെയായിരിക്കും. ഞാൻ 40. ഞാൻ ഒരു കാര്യങ്ങൾ പറയാം, ഞാനും കൂടുമ്പോൾ ഇമ്പമുള്ളതാന്നാ വിചാരിച്ചേ. ഞാനും എന്റെ ഭാര്യയും കൂടുമ്പോൾ ഇമ്പമുള്ളതായിട്ട് ജീവിച്ച ആകെ 6 മാസം. കല്യാണം നിശ്ചയിച്ചിട്ട് കല്യാണം കഴിക്കേ ഒരു 6 മാസം ഉണ്ടായിരുന്നു. ഞാൻ അന്നേരത്ത് സൈപ്രസില്ല, ഇപ്പൊ ഞാൻ നാദാപുരം കൺട്രോൾ. ഈ 6 മാസമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഓടുമായിട്ട് പ്രണയിച്ച് മരിച്ചത്. അന്നേരത്തെ ഞാൻ വിചാരിച്ചു കൂടുമ്പോൾ ഇമ്പം ഉണ്ട്, ഇത് നല്ല രസമാട്ടോ. ഞാൻ നോക്ക് ഫോണൊന്നും കൊടുത്തിക്കില്ല. എന്റെ പങ്ങന്മാരാണ് നോക്ക് ഫോൺ കൊണ്ടു കൊടുത്തത്. പിറ്റേന്ന് തൊട്ടിട്ടോളം എന്നെ മിസ് കോള്. ഞാനിത് എടുക്കൂലെന്ന് തീരുമാനിച്ച. പക്ഷെ ഒരു 10-158 മിസ് കോൾ ആയപ്പോ ഞാൻ വെച്ച് പാവോ, ഇത്രയും നല്ലൊരുത്തിയാണല്ലോ. ഇങ്ങനെ മിസ് കോൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മുട്ടുവന്ന ഓളെന്നെ 159 മുട്ടി. അപ്പൊ ഞാൻ വെച്ച് പാവ, ഇങ്ങനെ മുട്ടുമ്പോൾ നമ്മളൊന്ന് തുറക്കണ്ടേ. അങ്ങനെ 160ാമത്തേനാ ഞാൻ എടുത്തപ്പോ നല്ല രസാട്ടോ. ഓൾ എന്നോട് ഹായ്. അപ്പോൾ ഞാൻ ഹോയ്. മനസ്സിലായില്ലേ? നല്ല രസാ. ഹായ് ഹോയ് ഇങ്ങനെ വരിക. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് വാട്സപ്പ് തുടങ്ങണം, എന്നാലാ ഇതൊരു ശരിയാവും. ഞാൻ വാട്സപ്പ് തുറക്കൂലെന്ന് തീരുമാനിച്ചല്ലേ. ഇതിന്റെ ഭവിഷ്യത്ത് എനിക്ക് അറിയാവുന്നുണ്ട്.
പക്ഷെ ഓളിങ്ങനെ എന്നോട് കൊഞ്ചിയെന്ന് പറഞ്ഞെടുത്തില്ലേ, ഞാൻ വാട്സപ്പ് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തു. 33-ാമത്തെ വയസ്സിൽ. അതുവരെ ഞാൻ രാജാവേനാണ്. ഇപ്പൊ അതിരിയുന്ന അന്ന് രാജാവേനാണ്. അങ്ങനെ വാട്സപ്പ് തുടങ്ങിയെടുത്ത് പിന്നെ എന്റെ ജീവിതത്തിൽ വന്ന് മാറ്റം എന്നാ അറിയോ? വെറുതെ ഇങ്ങനെ രാവിലെ ഇരിക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ്, അപ്പൊ ഞാനൊരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഞാൻ ഈ ഗുഡ് ആഫ്റ്റർനൂൺ വേറൊരുത്തിന് അയച്ചു കൊടുക്കും. അപ്പൊ നല്ലൊരു മെസ്സേജ് എനിക്ക് തരും. അപ്പൊ ഞാൻ ഈ മെസ്സേജ് ഇങ്ങോട്ടേക്ക് ചാടിക്കൊള്ളു. വൈകുന്നേരമാകുമ്പോൾ ഗുഡ് ഈവനിങ്, വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഗുഡ് നൈറ്റ്, ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ഉമ്മയും. നല്ല രസാട്ടോ. ഞാൻ വിചാരിച്ചു പണ്ടേ കഴിക്കലും കല്യാണം. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഹായ് വിട്ട അപ്പടെ ഒരു ഹോയ്, എന്താ ഏട്ടാ സങ്കടം എന്താന്നുള്ള ഇങ്ങനെ ചോദിക്കുള്ളൂ. ഞാൻ വിചാരിച്ചു പഠിച്ചു തന്നെ 33 കൊല്ലം നശിച്ചു നമ്മളെ. ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മളെ കൂടുമ്പോൾ ഇമ്പുള്ള തന്നെ. പിന്നീട് ഞാൻ പോലീസിലായതുകൊണ്ട് രാത്രി ഒന്നിച്ചല്ലേ ഡ്യൂട്ടി എടുക്കുക. അപ്പൊ ഓള് തരുന്ന ഉമ്മക്ക് ചില ഉമ്മ കൊടുക്കാൻ പറ്റൂല ആളുകൾ മുമ്പൊന്നും. അപ്പം വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ കാത്തു നിന്നിട്ട് തന്നെ ഒരു വിളിയുണ്ട്, ഇന്നലെ എത്തോട് പോയി, നിങ്ങൾ അപ്പാണ് എന്നെ ഓർമ്മ ഉണ്ടോ, നിങ്ങൾ അപ്പാടങ്ങ് പോവാ. ഞാൻ വിചാരിച്ചു പഠിച്ചോ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യമാരിലുണ്ടല്ലോ. സംഭവം സത്യം തന്നെ. കൂടുമ്പോൾ ഇമ്പൊന്നും തോന്നുന്നില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ഞാൻ എന്ത് മെസ്സേജ് അയച്ചാലും തിരിച്ച് മെസ്സേജ് അയക്കും. ഇപ്പൊ ഇതാ ഫോൺ നിങ്ങൾ എടുത്തോളി. 10-16 കൊല്ലം കല്യാണം കഴിഞ്ഞ് നോക്കും. ഇപ്പൊ ഈ ലോകം ഒരു ഗുഡ് മോർണിംഗ് ഓളെ അയച്ചിട്ടില്ല, ഗുഡ് ആഫ്റ്റർനൂൺ കണ്ടിക്കുകയില്ല, ഗുഡ് നൈറ്റ് ഞാൻ കാണാത്ത കാലം, ഉമ്മ കിട്ടാത്ത കാലവും മറന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിലെന്താ വരുന്ന നിറങ്ങള്? ഒരു 6 മണിയാകുമ്പോ ഒരു മെസ്സേജിങ് വരും, മീമാങ്ങണേ വലുതാണെ ഒന്നും മതി. മനസ്സിലായില്ലേ? കുറെ മത്തി കൊണ്ടുപോയി ഇവിടെ താച്ചാൻ കൊല്ലുന്നു. ഇങ്ങനെ മത്തി നമ്മൾ വാങ്ങാൻ പോണോ? നിങ്ങളല്ല കേട്ടോ, ഇതെല്ലാം എന്റെ വീട്ടിലെ കഥയാണ്. ഒരു ഉമ്മയും ഒരു ഗുഡ് നൈറ്റും ഈ മൊബൈൽ ഫോണിൽ ഇപ്പൊ ഇല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, എന്റെ വീട്ടിൽ ഇപ്പോ ഇമ്പയില്ല. കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാനിപ്പോ 10-5 കൊല്ലം കൊണ്ട് ഇപ്പൊ ഞാട് രണ്ടാളും കാണുമ്പോൾ ഭൂകമ്പാണ്. ഭൂകമ്പം കൂടുമ്പോൾ ഭൂകമ്പാണ്. ശരിയാണോ? ചുറ്റൊക്കെ ഭൂകമ്പുണ്ടെങ്കിൽ കണ്ടോക്കൊന്നും പറയാനാകുന്നില്ല. ആ മുഖത്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൂടുമ്പോൾ ഇമ്പമുള്ളത് നമ്മുടെ സ്വപ്നമാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ മക്കളെ നേടി പോയി പോയില്ലല്ലോ. കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല കുടുംബം. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അച്ഛനും അമ്മയും അച്ചാച്ചനും അമ്മമ്മയും കാരണവന്മാരും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ് കുടുംബം. അതിൽ ജനിക്കുന്ന കുട്ടിക്ക് കുടുംബത്തോട് ഉത്തരവാദിത്തം ഉണ്ടാവണം. ശരിയാണോ തെറ്റാണോ? ആ ചോന്ന തൊപ്പിയിട്ട കുട്ടിക്ക് കുടുംബത്തോട് ഉത്തരവാദിത്തം ഉണ്ടാവണം, അമ്മയോട് ഉത്തരവാദിത്തം ഉണ്ടാവണം, അച്ചാച്ചനോട് ഉത്തരവാദിത്തം ഉണ്ടാവണം, ഈ അമ്പലത്തോട് ഈ നാടിനോട് ഉത്തരവാദിത്തം ഉണ്ടാവണം. മരിക്കാൻ പോകുന്ന മനുഷ്യന് ഈ നാടിനോടും വീടിനോടും കൂട്ടുകാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ഉത്തരവാദിത്തം ഉണ്ടാവണം. അങ്ങനെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അച്ഛന് കള്ളു കുടിച്ച് റോഡും കിടക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. ഇല്ല. അത് ഞാനൊരു കാര്യം ഇനി ഞാൻ പറയുന്നത് എന്താ അറിയോ? ഇനി നമ്മൾ ആനുകാലിക വിഷയത്തിലേക്ക് നമ്മൾ പോവാം. നിങ്ങൾ പത്രം വായിക്കാറുണ്ടാണ്? പത്രം കണ്ടി ഞങ്ങള് രാവിലെ വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു 3-4 മടക്കുള്ള ഒരു സാധനം എടുത്തും ചാടി തരും അല്ലേ? അത് എടുത്തു നോക്ക് നിങ്ങള്. ഈ 2-3 ദിവസം പത്രം വായിച്ച് ഏത് അമ്മയ്ക്കാണ് മക്കളെ കൂടാതെ ഇവിടെ വരാനുള്ള ധൈര്യം ഉണ്ടാവുക? ഒരാഴ്ചത്തെ പത്രം വായിക്കുന്ന ഏത് അമ്മയ്ക്കാണ്, ഏത് അച്ഛനാണ് സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റക്കിട്ട് ഇവിടെ വരാനുള്ള ധൈര്യം ഉണ്ടാവുക? ഒരമ്മയ്ക്കും ഉണ്ടാവില്ല. കാരണം എന്താ? കേരളം ഈ ഒരാഴ്ച ചർച്ച ചെയ്ത വിഷയം ഒന്ന് എടുത്തു നോക്കുന്നത്. കണ്ണൂരിലുള്ള 17 വയസ്സുകാരിയാണ് ആ മേലത്തെ ബിൽഡിംഗ് വന്ന് താഴേക്ക് ചാടി മരിച്ചത്. കഴിഞ്ഞ ദിവസം സായിൽ പഠിക്കുന്ന 2 16 വയസ്സുള്ള കുട്ടികളാണ് തൂങ്ങി മരിച്ചത്. പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം മോളെ ഭർത്താവാണ് അച്ഛനെയും അമ്മേനെയും കുത്തി കൊന്നത്. റോഡുമ്പോ കൂടി നിങ്ങളെ പേരാമ്പ്രക്കാരോട് തന്നെ പറയാൻ എത്ര കഥയുണ്ട്. ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴല്ലേ 59 കേസിൽ ചങ്ങാതി ബൈക്കുമ്പോ പോകുമ്പോ ഈ പെൺകുട്ടി കൈ കാണിച്ചത് അടുത്തേക്ക് ആയിരിക്കോട്ടെന്ന് ആ തോട്ടിൽ വെച്ചിട്ട് ആ കുട്ടീനെ കുത്തി കൊന്നു കളഞ്ഞില്ലേ? അങ്ങനെ ഒരു കുത്തിക്കൊല്ലുന്ന ഒരു മനുഷ്യനെ കൈ കാണിച്ചു നിർത്തുമ്പോൾ അവനെ കുത്തിക്കൊല്ലാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഇന്നലെയല്ലേ കേരളത്തിൽ ഒരു കുട്ടി ബസ്സിൽ നിൽക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ആ ചങ്ങായി തൂങ്ങി മരിച്ചത്? 5ാം ക്ലാസ്സിലെ കുട്ടിയല്ലേ ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഫാനിന്റെ മേലെ കെട്ടി തൂങ്ങി മരിച്ചത്? അതുകൊണ്ട് എനിക്ക് എല്ലാ മനുഷ്യന്മാരെയും പേടിയാണ്. എനിക്ക് ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ പേടിയാണ്. അവിടെയാണ് പോലീസും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഓർമ്മ വരുന്നത്? ഒന്ന് പറ. ബൈക്കുമ്മൽ 3-4 ആള് പോകുമ്പോ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മലത്തോട്ടും മറിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ ആ വളവിൽ പോലീസിനെ കാണുമ്പോൾ നിങ്ങൾ പോലീസിനെ വിളിക്കുന്ന എന്താ? കുയിപ്പ്, ജന്തു, വേട്ടക്കാരൻ. പക്ഷെ ആ പോലീസിന്റെ നന്ദി, ആ പോലീസിന്റെ ജാഗ്രത, ആ പോലീസ് കാണിക്കുന്ന പ്രവർത്തനം നിങ്ങളെ വീട്ടിൽ ഒരു അച്ഛൻ എന്ന രീതിയിൽ, ഒരു അമ്മ എന്ന രീതിയിൽ നിങ്ങൾ കാണിച്ചായില്ലേ, നിങ്ങളെ മക്കൾ എവിടെയും പോയിട്ടില്ല.
പോലീസിനാവും വളവിൽ നിന്നിട്ട് കൈ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ അറിയോ, പോലീസ് എന്തിനാ കൈ കാണിക്കുന്നതെന്നറിയോ, അവന്റെ അനുഭവമാണ്. 12 വയസ്സുകാരെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് എന്താ അറിയോ, ഞങ്ങളുടെ അനുഭവമാണ്. 46ഓളം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആത്മഹത്യ അല്ലെങ്കിൽ ആ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചത് കണ്ട ഒരു പോലീസുകാരനായിരിക്കും നമ്മൾ. അതുകൊണ്ട് എനിക്ക് മക്കളെ കാണുമ്പോൾ പേടിയാണ്. 5ാം ക്ലാസ്സിലെ കുട്ടി എന്തിനാ തലശ്ശേരി ആ സ്ഥലത്ത് തൂങ്ങി മരിച്ചത് അറിയോ നിങ്ങള്? ആ ശവശരീരം ഫാനിന്റെ മേലെ കെട്ടി താഴ്ത്തി നിലത്ത് വെച്ചിട്ട് പരിശോധിച്ചു നോക്കിയപ്പോ കീശയിൽ ഒരു തുണ്ട് കടലാസിൽ ആ കൂട്ടുകാരൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുകാരനായ കൂട്ടുകാരൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ വിടാത്തതിൽ പ്രതിഷേധിച്ച് ഞാൻ വിടവാങ്ങുന്നു. വിട വിട വിട. 5ാം ക്ലാസ്സിലെ കുട്ടി എഴുതിയ. മോളെ ഇനി എത്രയല്ല പഠിക്കുന്നു? 8ലാ. 5ാം ക്ലാസ് മരിച്ചു കേട്ടാ, ടൂർ വിടാത്തതിൽ. അത് പത്രത്തിലുണ്ടായിരുന്നല്ലോ വാർത്ത. എനിക്ക് പേടിയാണ് ആ കുട്ടിയെ കാണുമ്പോൾ. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ സ്റ്റേഷനിൽ കാണുന്ന ഏത് സംഗതിയും അടുത്ത നിമിഷം എന്റെ വീട്ടിലേക്ക് വരുമോ എന്നാണ് എന്റെ പേടി. എന്റെ സ്റ്റേഷനിൽ കാണുന്ന ദുരിതം അടുത്ത നിമിഷം എന്റെ നാട്ടിലേക്ക് വരുമോ എന്നാണ് എന്റെ പേടി. ആ പേടി നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ല. അതാ വിഷയം. അതുകൊണ്ട് എനിക്ക് കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങളോട് പറയാനുള്ള എന്താ പറയുക, കേരളം എല്ലാ തരത്തിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്, അല്ലേ? പാവപ്പെട്ടവനെയും പണക്കാരനെയും മനസ്സിലാക്കാൻ കഴിയാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് പണക്കാരനാണോ പാവപ്പെട്ടവനോ, പക്ഷെ തമിഴ്നാട്ടിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ബോംബെയിൽ പോലും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ മനസ്സിലാവില്ല. കാരണം അത്രയേറെ അഭിമാനത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നു. പക്ഷെ ആ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചതിക്കപ്പെടുന്നത്. അരമണിക്കൂർ കൂടുമ്പോൾ മൊബൈൽ ഫോണിൽ ഒരാൾ ചതിക്കപ്പെടുന്നുണ്ട് നമ്മുടെ കണക്കറിയോ നിങ്ങള്? അപ്പൊ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പേടിയാവില്ല. നിങ്ങൾ എല്ലാ പൊരുത്തം തന്നെ എല്ലാവരും ചതിക്കപ്പെടുക. ഇന്നൊന്ന് നാളെ മറ്റേത്, മറ്റന്നാൾ നിങ്ങള്, മനസ്സിലായില്ലേ? അതിന്റെ പിറ്റേന്ന് ഇങ്ങനെ ഓരോരുത്തർ. ആ പേടിയാ നമുക്ക്. അതുകൊണ്ട് 5ാം ക്ലാസ്സിലെ കുട്ടി സൂയിസൈഡ് ചെയ്തതിന്റെ പത്രത്തിൽ, മിഞ്ഞാന്നത്തെ പത്രത്തിൽ വാർത്ത ഉണ്ടല്ലോ, വായിച്ചിരുന്നു നിങ്ങള്? ആ പത്രത്തിൽ എഴുതിയിരിക്കുന്നു 5ാം ക്ലാസ്സിലെ കുട്ടി തൂങ്ങി മരിച്ചത് സ്കൂളിൽ നിന്ന് ടൂർ വിടാത്തതിനാന്ന്. എന്റെ അമ്മയ്ക്ക് ഞാൻ വാർത്ത കാണിച്ചു കൊടുത്തപ്പോ അമ്മ പറഞ്ഞതെന്ന് അറിയോ, അമ്മ ഒരൊറ്റ ചിരി വാർത്ത കണ്ടപ്പോ. ഞാൻ ചോദിച്ചല്ല അമ്മ, ഇവിടെ 5ാം ക്ലാസ്സിലെ ചെക്കനില്ലേ, 5ാം ക്ലാസ്സിൽ തൂങ്ങിയിരിച്ചെന്ന് പറയുമ്പോൾ അമ്മക്ക് ഈ ചെക്കനല്ലേ ഓർമ്മ വരേണ്ടത്? തൂങ്ങിയിരിക്കുന്ന നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കാന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞു ഞാൻ ഓനെ ഓർമ്മിക്കുകയില്ല. ഞാൻ പറഞ്ഞു പിന്നെ ആരെയും ഞങ്ങൾ ഓർമ്മിച്ചെന്ന് വെച്ചപ്പോ എന്റെ അമ്മ പറഞ്ഞ അറിയോ, ഇന്നെ ആലോചിച്ചിട്ടാ ഞാൻ ചിരിച്ചത്. ഞാൻ ചോദിച്ചു ഞാൻ തൂങ്ങിയിരിക്കുന്നുണ്ടാ? അമ്മ പറഞ്ഞ അതല്ല, ഇന്റെ അച്ഛൻ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെ ഇന്നെ എപ്പം ടൂറിന് വിട്ടിനാ. ആ ടൂറിന് വിടാത്തതിൽ പ്രതിഷേധിച്ച് ഇനി മരിക്കുവാണെങ്കിൽ ഈ വീട് മുഴുവൻ ഇനി തൂങ്ങി ചാകേണ്ടതായിരുന്നല്ലോ. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ശരിയാണല്ലോ, എന്നെ അച്ഛൻ ഡിഗ്രി ക്ലാസ് വരെ വിട്ടിക്കില്ലല്ലോ, ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല എന്ന് അന്നേരം ഞാൻ ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് മരിക്കാനല്ല മുട്ടീനി. പക്ഷെ മരിക്കാതിരിക്കുന്നതിനുള്ള കാരണം കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ എന്റെ മക്കളിലേക്ക് അതിപ്പം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ് എടുത്ത് കുറെ ക്ലാസ് എടുത്തെന്നെല്ലാം പറഞ്ഞല്ലോ. എനിക്ക് ഏറ്റവും ഭാഗ്യം കിട്ടിയ ക്ലാസ് കഴിഞ്ഞ 2 മാസം മുമ്പേ കോഴിക്കോടുള്ള ഒരു ഭ്രാന്താശുപത്രിയിൽ ഞാൻ ക്ലാസ് എടുത്തു. ഭ്രാന്തന്മാർക്ക് ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്റെ ഗതികേട്. പക്ഷെ എന്റെ ജീവിതത്തിൽ കണ്ണു തുറപ്പിച്ചൊരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് എടുത്തിട്ട് മുമ്പേ ഡോക്ടറോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് രോഗികളെല്ലാം ഒക്കെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രോഗികളെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പോയപ്പോ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും ചെറിയ ഭ്രാന്ത് വന്ന് കിടപ്പ് രോഗിയുടെ പ്രായം 8 വയസ്സാണ്. 8 വയസ്സുള്ള ഒരു കുട്ടീനെ ഇങ്ങനെ കൈയും കാലും കട്ടിലിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഒന്ന് പോയി കാണണം നിങ്ങള്. എനിക്ക് സങ്കടം തോന്നി. എന്താ എന്റെ മരുവോളെ ഒരു പ്രായമുള്ള ഒരു ഡോളിനെ പോലത്തെ ഒരു കുട്ടി. അതിനെന്തിനാണ് ഡോക്ടറെ ഇങ്ങനെ കയ്യും കാലം കെട്ടിയിട്ടെന്ന് ചോദിച്ചപ്പോ ഡോക്ടറിന് പുറത്ത് അതിന്റെ അമ്മ നിൽക്കുന്നുണ്ട്. പോയി ചോദിക്കി. ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങനെ കെട്ടിയിട്ടെന്ന് ചോദിച്ചപ്പോ അമ്മ ഒരൊറ്റ കരച്ചില. അമ്മ പറഞ്ഞു പോലീസെ, അമ്മ വിളിക്കാ പോലീസെ, എനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഞാനൊരു LP സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ ചോദിച്ചു ടീച്ചറെ ഇങ്ങൾക്കും പറ്റിയോ തെറ്റ്? ഞാൻ എന്റെ ഭർത്താവിന്റെ അമ്മേന്റെ അടുത്ത് എന്റെ 2.5 വയസ്സുള്ള കുട്ടീനെ നിപ്പിച്ചിട്ടാണ് സ്കൂളിൽ പോവാ. ഈ കുട്ടി ശാഠ്യം പിടിക്കുന്നു, തിന്നുന്നില്ല, കിടക്കുന്നില്ല എന്ന് എന്റെ അമ്മായിയമ്മ ഇങ്ങനെ ഞൊടിഞ്ഞു ഞാൻ സ്കൂളിലെ പണി രാജിവെക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ നിന്നൊരു ടീച്ചർ പറഞ്ഞത് എന്റെ അടി പ്രശ്നമുണ്ട്, ഇനി ഒന്നും പേടിക്കണ്ട, നല്ലൊരു ഫോണങ്ങ് വാങ്ങിച്ചു കൊടുക്കും ആ പെണ്ണിന്. ആ പെണ്ണ് ആടെ കിടക്കും. അമ്മ 25,000 രൂപ EMI സ്കീമിൽ ഒരു നല്ല ഫോൺ വാങ്ങിയിട്ട് 2.5 വയസ്സായിരിക്കും കൊടുത്തു. ഒറ്റൊരാഴ്ച കൊണ്ട് അമ്മയമ്മ പറഞ്ഞു
നല്ല മാറ്റമുണ്ട്. അതിപ്പോ എന്ത് കൊടുത്താലും തിന്നുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ഇരിപ്പിച്ചെടുത്ത് ഇങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കും പോലും. ഈ കുട്ടി ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, അന്തം വിട്ട ബുദ്ധിയായിട്ടേക്ക്. ഈ കുട്ടിയാണെങ്കിൽ അമ്മേനെ സൂപ്പിടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കിയിട്ട്, അമ്മ പറയാ യൂട്യൂബ് നോക്കിയിട്ട് അവളെല്ലാം പഠിക്കുക. ഓളെ ടീച്ചർ തന്നെ യൂട്യൂബ്, അവളൊരു സ്കൂളൊന്നും പോണ്ട, എല്ലാം ഒക്കെ അറിയാം. ഓളെ സംശയങ്ങളെല്ലാം ചോദിക്കുക ഗൂഗിളിനോടാണ്. ഞാൻ ചോദിച്ചല്ല, എന്നിട്ട് ഇങ്ങനെ ഉണ്ട് പഠിപ്പ് എന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞു, ദിവസം ഇവിടെ വരുമ്പോ ഇല്ലേ അമ്മയോട് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പോലെ. അമ്മ അറിയാ, എന്റെ സ്കൂളിലെല്ലാം പിള്ളേരെല്ലാം പറയാ എ ഫോർ ആപ്പിള്, ബി ഫോർ ബോള്, സി ഫോർ കാറ്റ്. പക്ഷെ എന്റെ യൂട്യൂബ് മോള് പറയുന്നത് എന്താ അറിയോ, എഫ് ആപ്പിൾ. യൂറോപ്പിൽ അതേ വർത്താനം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, അങ്ങനെ ഒരു ഇംഗ്ലീഷുകാരന്റെ വർത്താനം അവള് പറയുന്നത്. 5-ാമത്തെ വയസ്സിൽ കുട്ടി കൊറിയൻ പാട്ട് പഠിച്ചു. അമ്മ അങ്ങ് പൊന്തി. സ്കൂളിൽ മകളെ കുറിച്ച് വാനോളം പുകഴ്ത്തി. ആ കുട്ടിയാണ് 7.5 വയസ്സായപ്പോ ആ കുട്ടി 6 വയസ്സായപ്പോ കുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടു ചേർക്കാൻ തീരുമാനിച്ചപ്പോ കുട്ടി സ്കൂളിൽ ഇരിക്കുന്നില്ല. ടീച്ചർ പറഞ്ഞു, നിങ്ങൾ കുറച്ചേരം ഇരിക്കും, നിങ്ങളൊരു ടീച്ചറല്ലേ, കുറച്ചേരം നിങ്ങളും കൂടി ഇരുന്നാല് ഒരു ഒരാഴ്ചയിൽ ഇരിക്കുമ്പോൾ കുട്ടി അങ്ങിരിക്കും. പക്ഷെ കുട്ടി ഇരുന്നില്ല. അവസാനം അമ്മ ആ കുട്ടീനെ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ വിട്ടില്ല. അങ്ങനെ 6-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിലൊന്നും കുട്ടി മര്യാദയ്ക്ക് സ്കൂളിൽ പോകാതായപ്പോ ഒരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, പിന്നെ മഹാ ഉപദ്രവമാണ്, മുഖത്ത് മാന്തി പറിക്കുക, അങ്ങനെ 7.5 വയസ്സായപ്പോ കുട്ടീനെ നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പോ ഡോക്ടർ എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോ ആ ഡോക്ടർ ചോദിച്ചു പോലും, മോള് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമെന്ന് വെച്ചപ്പോൾ അമ്മ വീണ്ടും അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഉപയോഗിക്കുന്ന എഫ് ആപ്പിൾ, ബിഫ് ബോൾ, കൊറിയൻ പാട്ട്. ടീച്ചറോട് നിങ്ങൾ ഇരിക്കി, നിങ്ങളെ മോക്ക് നോമോഫീബിയ എന്ന് പറയുന്നൊരു അസുഖമാണ്. 2035 കേരളത്തിൽ 40% ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും മനോഹരമായ അസുഖത്തിന്റെ പേര് എഴുതി വെച്ചോ നിങ്ങള്. ഞാൻ മരിക്കൊന്നുമില്ല, നമ്മുടെ തന്നെ ഉണ്ട്, നോമോഫീബിയ. അമ്മ പറഞ്ഞ്, ആർക്കും ഇതൊരു സൂക്കേട് വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ്, എന്റെ മോക്കാണ് വന്നത്, ടീച്ചറെ മോക്ക് എന്നെ വന്ന് നോമോഫീബിയ എന്ന്. അത് കേട്ടപ്പോ ഡോക്ടർ ചിരിച്ചോണ്ട് പറഞ്ഞു, ടീച്ചർ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നോമോഫീബിയ എന്ന് പറഞ്ഞാൽ നോ മൊബൈൽ ഫോൺ ഫോബിയ, ഭ്രാന്താണ്. മൊബൈൽ ഫോൺ നിലത്ത് വെക്കാൻ കഴിയാത്ത, മൊബൈൽ ഫോണിൽ നിന്ന് അകന്നു മാറി നിൽക്കാൻ കഴിയാത്ത മാനസിക വിഭ്രാന്തിയുടെ പേരാണ് നോമോഫീബിയ. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നോമോഫീബിയ ആയിരിക്കും, ഭ്രാന്തായിരിക്കും. അല്ല 8-ാം ക്ലാസ് അമ്മക്ക് നോമോഫീബിയ ഉണ്ടാ നോക്കി നിങ്ങി, നമുക്ക് അമ്മക്ക് ഭ്രാന്ത് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടാകും. ഞാൻ ആലോചിച്ചത്, അല്ല കുട്ടിയെ, എന്റെ അച്ഛന് ഭ്രാന്ത് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഹാപ്പി ആയിരിക്കുമോ? നമുക്ക് തിരുത്തണ്ടേ? നിങ്ങൾക്കല്ലേ ബുദ്ധി, അച്ഛനേക്കാളും അമ്മയെക്കാളും ബുദ്ധി നിങ്ങൾക്കല്ലേ, നിങ്ങളല്ലേ തിരുത്തേണ്ടത്. തിരുത്തണ്ടേ നമുക്ക്? ഇന്ന് മോള് വീട്ടിൽ പോണം, അമ്മ ഇവിടെ ഉണ്ടാ എന്നാ ഓരോട് പറയണ്ട കേട്ടോ. ഞാൻ പറഞ്ഞ സാധനം, അമ്മ മൊബൈൽ ഫോൺ കളിക്കാറുണ്ടാ? എപ്പോഴാണ് അമ്മ മൊബൈൽ ഫോൺ കളിക്കുക? ഉച്ചക്കാണോ, രാവിലെയാണോ, രാത്രിയാണോ? ഉച്ചക്ക്. വെരി ഗുഡ്, ഉണ്ടല്ലേ, കറക്റ്റ്. ഓലെല്ലാം നോക്കി വെക്കുന്നുണ്ട്. ഉച്ചക്ക് നാളെ മുതൽ അമ്മയെ നോക്കണ്ട, ഇനി എന്നെ നോക്കിയാൽ മതി. അമ്മ പലതും ഭീഷണിപ്പെടുത്തും. ഇനി എന്ത് ചെയ്യണം? ഉച്ചക്ക് അമ്മ മൊബൈൽ ഫോണിൽ ഇങ്ങനെ മാന്തുമ്പോ അമ്മ കാണാണ്ട് സൈഡിലൂടെ അമ്മന്റെ പുറകെ പോയി നിൽക്കുമല്ലോ. അമ്മ മാന്തുന്നുണ്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടാവും, അങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് വിടുന്നു, അല്ലേ, ഹായ് പോയി എന്നെല്ലാം കേൾക്കാം എനിക്ക്. ഇങ്ങനെ അമ്മ ഇങ്ങനെ മൂർധന്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ എന്റെ ഫോൺ പിടിച്ചേറ്റ് ഒരു ഒറ്റ ഓട്ടം ഇടുക. ഓടിയോ കഴിഞ്ഞു. അമ്മ നാഗവല്ലീനെ പോലെ ഇതിന്റെ പുറകെ വരുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോ, നോമോഫീബിയ. നമ്മള് സൈബർ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് എന്താ അറിയോ? അമ്മേന്റെ ഭ്രാന്ത് സ്റ്റാർട്ടഡ്, മഞ്ഞ വണ്ടി, സോറി, അമ്മക്ക് ഭ്രാന്ത് ലോഡഡ്, മഞ്ഞ വണ്ടി സ്റ്റാർട്ടഡ് എന്ന് പറയാം. മഞ്ഞ വണ്ടി ഭ്രാന്താശുപത്രിയിലെ വണ്ടിയാ. അമ്മേന്റെ ഭ്രാന്ത് ഇങ്ങനെ ലോഡാക്കി മഞ്ഞ വണ്ടി എടിയോ സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് മഞ്ഞ വണ്ടി വരണോ? 8-ാം ക്ലാസ് വരാതിരിക്കണമെങ്കിൽ ഇനി ജാഗ്രതയോടുകൂടി അമ്മേനെ നോക്കിക്കൊള്ളണം. ഇനി അച്ഛന് വരാൻ തോന്നുന്നു നോക്കണം, വളരെ സിമ്പിൾ. അച്ഛൻ കോനാലാണല്ലോ ഇരിക്കും അധികവും. ഈ ഫോണ് മേശപ്പുറത്തോ കസേലമേലോ കീശയിൽ അധികം ഉണ്ടാവും. കീശയിലല്ലോ ഉണ്ടാവുക. ഇനി അമ്മേനെ അച്ഛനിങ്ങനെ ഓട്ട കണ്ണിട്ടൊരു തൂണിന്റെ വേക്കിലായിട്ട് നിന്നിട്ട് ഇങ്ങനെ നോക്കണം. അപ്പൊ ഇനി ഇങ്ങനെ നോക്കുമ്പോ അച്ഛൻ ഇങ്ങനത്തെ കളി കളിക്കുന്നുണ്ടോ നോക്കുക. മിസ് കോൾ വന്നാ ഇല്ല, മെസ്സേജ് വന്നാ ഇല്ല, എന്തെങ്കിലും വന്നാ ഒന്നും വന്നിട്ടില്ല.
അതിനുശേഷം അച്ഛൻ്റെ കളി കണ്ടോളെ ഇതെടുത്ത് കുലുക്കുക, ഫ്ലൈറ്റ് മോഡിൽ ഓണാക്കുക, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, സിമ്മ് കഴിച്ചിട്ട് നോക്കുക, പറമ്പ് കൂടി റേഞ്ച് നോക്കി നടക്കുക. ഇങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ 3 പ്രാവശ്യം അച്ഛൻ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് എങ്കിൽ അച്ഛന്റെ ഭ്രാന്തും ലോഡഡ്, മഞ്ഞവണ്ടി സ്റ്റാർട്ട്. അപ്പൊ മനസ്സിലായല്ലോ? ഇന്ന് തൊട്ട് നോക്കിക്കോ, അല്ലെ കുടുംബം മൊത്തം ഭ്രാന്തായെന്ന് ഒന്നും പഠിക്കണ്ട, പിന്നെ ഒന്നും പഠിക്കണ്ട, ഏടിയും പോവാം. മനസ്സിലായില്ലേ? ഇനി നിങ്ങളെ മൂത്ത പങ്ങളുണ്ടെങ്കിലും ഏട്ടനുണ്ടെങ്കിലും, അതാണ് എന്റെ ക്ലാസ്സിലെല്ലാം പറയുന്നതാണ്. ഏച്ചിക്ക് ഏട്ടനും നോക്കാൻ വളരെ സിമ്പിളാണ്. ഓലെ രാവിലെ എണീക്കുമ്പോൾ നോക്കിയാൽ മതി. ഓല് തലക്കുത്തലാ ഫോൺ വെക്കുക, അല്ലേ? തലക്കുത്തല് ഫോൺ എടുത്തിട്ട് രാവിലെ എണീക്കുന്ന കണി തന്നെ ഫോണായിരിക്കും അല്ലെ. നല്ല കണി കാണണേ എന്നെല്ലാം പറയുമ്പോ ഓല് ആദ്യം ഫോൺ എടുത്തിട്ട് ഇന്നലെ ഇട്ട സ്റ്റാറ്റസും ഇന്നലെ ഇട്ട റീൽസും ഇന്നലെ ഇട്ട സ്റ്റോറിയും നോക്കുമല്ലോ. സ്റ്റോറി നോക്കുമ്പോൾ മുഖഭാവം ശ്രദ്ധിച്ചാൽ ഓലിക്ക് സൂക്കേട് വന്നു നോക്കാം. ഓല് ഇന്നലെ ഇട്ട സ്റ്റാറ്റസ് കണ്ട ആളിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഓലിക്ക് നല്ല ചിരിയില്ല. അതല്ല ഇന്നലെ ഇട്ട പോസ്റ്റിന്റെ ലൈക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ കാണുമ്പോൾ ചോർച്ചല് വരും. അല്ല എങ്കിൽ ഫോണ് നിലത്തേറിയും മലന്ന് കിടന്ന് ഫോൺ നോക്കി ചിരിക്കുകയും ദേഷ്യപ്പെടുകയും ആ ഏച്ചീന്റെ ഫോണ് പിടിച്ചു പറ്റുമ്പോ എല്ലാം എടുത്തിട്ട് നിങ്ങളെ തല്ലും കിടക്ക തലയാണ് എടുത്തിട്ട് എറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഏച്ചീന്റെ ഭ്രാന്ത് ലോഡഡ്, മഞ്ഞവണ്ടി സ്റ്റാർട്ടഡ്. ഇതൊരു തമാശക്ക് വേണ്ടി പറഞ്ഞതല്ല. അലാറടിക്കുമ്പോ അച്ഛനും അമ്മയും മക്കളും ഫോണ് താഴത്ത് വെച്ചോളണം പോലും. ആ ഗ്രാമമുഖ്യസ്ഥനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് വെച്ചപ്പോ, എന്റെ നാടിനെ രക്ഷിക്കാൻ, എന്റെ നാടിന്റെ സംസ്കാരവും മൂല്യവും നശിച്ചു പോവാതിരിക്കാൻ, യുവതലമുറ നമ്മളെ നയിക്കാൻ, അവരെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലും ഒറ്റക്കെട്ടായ തീരുമാനം എടുത്തതെന്ന്. അവൾ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, ബീഹാറിന് പോലും തിരിച്ചറിവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾ, എന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യജന്മങ്ങളോട് പറയാനുള്ളതെന്നറിയോ, നിങ്ങളെ മക്കളെ ഈ ലോകത്ത് രക്ഷിക്കണമെങ്കിൽ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് ആരാ? അതിന് നിങ്ങൾ പത്രം വായിക്കാനില്ല. ഡിസംബർ 4 മുതൽ 26 വരെ, ഡിസംബർ 4 മുതൽ ഡിസംബർ 26 വരെ 256 ആളുകളാണ് ഇവിടെ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. ഇതാരും ഞങ്ങള് 256 ആളുകൾ ഒരു മാസം കൊണ്ട്. ഇവിടെ അബീബ മസ്തിഷ്ക ജ്വരം വന്നിട്ട് ആകെ അത്രയൊന്നും മരിച്ചിട്ടില്ല. പക്ഷെ കുട്ടികൾക്ക് മുഴുവൻ ഇപ്പൊ കുത്തിവെപ്പ് നടത്തുക. ഗവൺമെന്റിനും ആരോഗ്യവകുപ്പിനും അത്രയേറെ ജാഗ്രത ഉണ്ട്. പക്ഷെ 256 ആളുകൾ ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട് എങ്കിൽ 257ാമത് മരിക്കുന്നത് എന്റെ മകനായിരിക്കരുത്, എന്റെ മകളായിരിക്കരുത് എന്നുള്ള വാശി എനിക്കുണ്ട്. 3990 ചില്ലാനും ആളുകളാണ് ആക്സിഡന്റിൽപ്പെട്ട് 2025 മാത്രം കിടപ്പ് രോഗികളായി മാറിയത്. ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നല്ല കേട്ടോ, 4000-ലേറെ ആളുകൾ, 4000-അടുത്ത് വരുന്ന ആളുകൾ കിടപ്പ് രോഗികളായിട്ടുണ്ട് കേരളത്തിൽ ഒരു കൊല്ലം കൊണ്ട്. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? രണ്ടാമത്തെ 2.47 കോടി ജനങ്ങൾക്ക് ക്യാൻസർ വരുമ്പോഴും 2.47 കോടി ജനങ്ങൾക്ക്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ ആ 2.47 കോടി ജനതയിൽ ഞാനും എന്റെ ഭാര്യയും മക്കളും ഉണ്ടാവരുതെന്നുള്ള വാശി എനിക്കുണ്ട്. ഈ മാറുന്ന ലോകത്ത് എന്റെ മക്കളെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തൊരു അച്ഛനാണ്? ഞാൻ ജീവിച്ചിട്ട് എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അച്ഛനെന്നോട്ട് കുട്ടികളുടെ മുമ്പിൽ ജീവിക്കുന്നത്? വരുമോ ഇല്ലോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷെ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് ക്യാൻസർ വരരുതെന്ന് നല്ല വാശി എനിക്കുണ്ട്. എനിക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ 10-16 ആക്സിഡന്റിൽ അനസ്തേഷ്യ ചെയ്തതാണ്. കുറെ പ്രാവശ്യം എല്ല് പൊട്ടിയാണ്. ഞാനൊരു എല്ലിന് ക്യാൻസർ വരുന്നത് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല തൊണ്ടക്ക് ഇത്രയേറെ സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ട്. പക്ഷെ അത് വരരുതെന്ന് എന്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഈ കേരളത്തിൽ ഏറ്റവും അതാണ് മാറുന്ന ലോകത്ത് നമ്മൾ പഠിക്കുന്നേ ഇല്ല. എന്റെ നാട്ടില് എന്റെ സാറിന്റെ അളിയന് വൃക്ക തകരാറിലായി പോയി കഴിഞ്ഞ ദിവസം. വൃക്ക തകരാറിലാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? എന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാർ വൃക്ക തകരാറിലാറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ? ആ മനുഷ്യന് വൃക്ക തകരാറിലായപ്പോ കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിലും ഡയാലിസിസിന് സമയമില്ല പോലും. ഡയാലിസിസിന് സെന്റർ കിട്ടുന്നില്ല കോഴിക്കോട്. നമ്മളെല്ലാവരും സമ്മർദ്ദത്തിന് വഴങ്ങി തലശ്ശേരിയിലുള്ള ഒരു ഡയാലിസിസ് സെന്ററിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ രാത്രി 2 മണിക്കാണ് മൂപ്പർക്ക് സ്ലോട്ട് കിട്ടിയത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ എന്റെ നാട് ഏറാമലയാണ്. ഏറാമല കോർക്കാട്ടേരി അങ്ങേ സൈഡിലേക്ക് വളയുന്ന ഒരു സ്ഥലത്ത് തണൽ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. അവിടെ ഒരിക്കലും ബൈക്കും സൈക്കിളും കാറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ സാറോട് പറഞ്ഞു, സാറേ എന്റെ നാട്ടിലുണ്ട് ഒരു സാധനം തുടങ്ങിയേക്ക്, വെറുതെ തുടങ്ങിയാന്ന് തോന്നുന്നു.
ആടെ മനുഷ്യനും പൂച്ചേനൊന്നും ഞാൻ കാണലില്ല. ഞാൻ സാറേയും കൊണ്ട് അവിടത്തേക്ക് പോയപ്പോ കണ്ട കാഴ്ച എന്നറിയോള്. അതിന്റെ മാനേജറോട് സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു, നിങ്ങൾ എവിടെയാ വീട്? ഞാൻ അങ്ങോട്ടാണ്. ഓരോന്നും ഇവിടെ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ അയാള്. ഞാൻ ചോദിച്ചല്ല സാർ, ഇതിനും വിവേചനം ഉണ്ടാ? ഈ വൃക്കക്ക് നിങ്ങൾ അന്നേ വടകരയാണ് കോഴിക്കോടാണ്, അങ്ങനെ നമ്മളെ ഓർക്കാട്ടർ എടുക്കൂലെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞെന്നറിയോ, നിങ്ങൾ കാര്യം മനസ്സിലാക്കാണ്ട് സംസാരിക്കരുത്. ഈ ഓർക്കാട്ടേരി എന്ന് പറയുന്ന ഇട്ടാവട്ട ഗ്രാമത്തിൽ, ഇതിനേക്കാളും ചെറിയൊരു ഗ്രാമമാണ്, 48 ആളുകൾ ഡയാലിസിസ് മെഷീന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് പോലും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ നാട്ടിലെ ഡയാലിസിസ് പേഷ്യന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനായിട്ടാണ്. വൃക്ക നശിച്ചു പോകുന്ന സൂക്കേട് വല്ലാണ്ടുണ്ട് പോലും. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കളുടെ വൃക്ക നശിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ആ ഡോക്ടറോട് വൃക്കേനെ കുറിച്ചെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ എന്റെ വീട്ടിൽ ആർക്കെങ്കിലും വല്ല ബോധമുണ്ടോ? ഞാൻ രാവിലെ 8 മണിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ അങ്ങ് പോയിക്കില്ല അങ്ങനെയാണ്. പക്ഷെ പടച്ചോനുണ്ട്. അതിന്റെ രണ്ടാമത്തെ ദിവസം എനിക്ക് ഓർക്കാട്ടിൽ തണലിന്റെ മുമ്പിൽ എത്തിയെടുത്ത് ഒരു വയറ്റനല്ല എന്തോ ഒരു വൈക്ലബ്, എനിക്ക് അവിടെ പോയാൽ മതി വരികയ്ക്ക്. ഞാൻ വെച്ചെന്നാൽ തിരിച്ചൊന്ന് വീട്ടിൽ പോയി കളിയാം. വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ, എന്റെ 8ാം ക്ലാസ്സിലെ മോള് സ്കൂളിൽ പോകാൻ വേണ്ടി ലിപ്സ്റ്റിക് എല്ലാം പെരട്ടിയിട്ട് ഒരു ഞണ്ടിനെ പോലെ ഇറങ്ങി വരുന്നു. ഞാൻ ആകെ സ്തംഭിച്ചു പോയി. ഞാൻ എന്നോട് മോളോട് ചെല്ല മോളെ ഇതെന്തെന്നാ ഇതെന്ന് ചോദിച്ചപ്പോ ഓള് പറഞ്ഞു, ഇത് എനിക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അച്ഛാ. ഞാൻ പറഞ്ഞു, എന്റെ ചുണ്ടിൽ ഈ ചായം വരട്ടെ, എനിക്കെങ്ങനെ കോൺഫിഡൻസ് ആണ്? ഇനി ആ അവയവം കാണുന്നുണ്ടാ? എന്റെ ഒരു ശരീരത്തിലൊരു അവയവം, എനിക്കൊരു കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് തോന്നണ്ടേ എന്റെ ചുണ്ടിൽ അല്ലേ കാണണ്ടേ? അങ്ങനെയല്ലേ? എന്റെ ചുണ്ട് കാണുമ്പോ എനക്കല്ലേ ഇപ്പൊ ഒരു കോരിത്തെരിപ്പ് ഉണ്ടാകുക? എന്റെ ചുവന്ന ചുണ്ട് കാണുമ്പോ എനക്കല്ലേ ഒരു മയക്കം ഉണ്ടാകുക? എനിക്കെന്ത് കോൺഫിഡൻസാ കൂടെ വന്നു അച്ഛൻ പൊട്ടാന്ന് 2K കിഡ്സ്. ഞാൻ ആ കുട്ടി പൊട്ടാന്ന് വിളിച്ചാണ് ഞാൻ ഒരൊറ്റ വാർത്ത ടീച്ചർ ഉപദേശിച്ചിട്ട് കാര്യം ഉണ്ടാകും. ഈ 2K കിഡ്സിന് ഉപദേശം ലെവലേസ് ഇഷ്ടമല്ല കേട്ടോ. അതാ നിങ്ങളുമായിട്ട് ടീച്ചർ അടിപൊട്ടുന്നേ. ഉപദേശിച്ചിട്ട് കാര്യമില്ല ടീച്ചറാ. ഞാൻ എന്റെ 8ാം ക്ലാസ്സിനോട് അന്നേരം പറഞ്ഞ വർത്താനം എന്താ അറിയോ, മോളെ എന്റെ വൃക്ക ഞാൻ എനിക്ക് തരൂല, പടച്ചോനാണ് തരൂല. ഒളിച്ച ആർക്ക് വേണം വൃക്ക? പിന്നീട് ഞാൻ വീണ്ടും പറഞ്ഞു, എന്റെ വൃക്ക എനിക്ക് തരൂല. ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചു കൊടുത്തു. ഗൂഗിൾ പേര് നമ്മുടെ ട്രാൻസ്ഫർ അങ്ങനെ കാണുമല്ലോ, ബാങ്ക് ബാലൻസ് കാണിച്ചു നോക്കുമ്പോൾ അതിൽ 441 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ഞാൻ ഒരു വൃക്ക മാറ്റി വെക്കണമെങ്കിൽ 75 ലക്ഷം ഉറുപ്പ്യ വേണം. ബാക്കി ഇനി എന്റെ ഭാര്യന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അച്ചാച്ച ഓരോടോ ആരോടെങ്കിലും വാങ്ങിക്കോളി. ആകെ പേടിയായി. ഓളെ ചാച്ചി ഇതെന്തിനാ ഇപ്പൊ രാവിലെ എന്നോട് സ്കൂളിൽ പോകുമ്പോൾ ഇതെല്ലാം പറയുന്നത് ചോദിച്ചപ്പോ ഞാൻ പറയും, എന്റെ അടുത്ത് ഫോണുണ്ടോ? അമ്മേന്റെ ഫോൺ എടുത്തുണ്ടോ? ഫോൺ എടുത്തിട്ട് അടിച്ചു നോക്കുമ്പോ ഞാൻ പറയും, അടിക്ക്. വാട്ട് ഈസ് ദ ഡീമെറിറ്റ്സ് ഓഫ് ലിപ്സ്റ്റിക്? ചുണ്ടിൽ പരട്ടുന്ന ലിപ്സ്റ്റിക്കിന്റെ ഡാമേജസ് എന്താന്ന് അടിക്കിഞ്ഞി. ഒന്ന് അടിച്ചോ, നിങ്ങൾ അടിച്ചോ. മുഖത്ത് പരട്ടുന്ന എന്നാ വാർണിഷ് എന്തെന്ന് ഒരു സാധനം എന്തോ ഉണ്ട്, ഇങ്ങനെ തിളങ്ങ എന്തോ ഒരു സാധനം ഉണ്ടോ? എനക്ക് പിന്നെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് പരട്ടണം കേട്ടോ എല്ലാരും. കേട്ടെ, ചുണ്ട് ചോപ്പിന് ചോപ്പ്, പച്ചക്ക് പച്ച, കാപ്പി കളർ ഉണ്ട് എന്നാ കേട്ടത്. അങ്ങനെ പെരട്ടുമ്പോ ഇതിൽ ലെഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട് പോലും. ആ